Day to me. Happy birthday to me. Happy birthday to me. എടാ സജി ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കാണ്ട് ഒരു പാട്ട് പറ. എടാ രതീഷ് ഒരു പാട്ട് പറ. മോളൊരു പാട്ട് എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ആ ഇതായിരുന്നില്ല സർപ്രൈസ്. ഈ പടക്കം പൊട്ടിക്കാൻ വേണ്ടി അവിടെ നിന്ന് കെട്ടിയെടുത്താണ്. ഇതിനെക്കാളും വേദനക്കെന്നെ നെഞ്ചത്തിട്ട് പൊടിച്ചുകൊണ്ടാണ്. ഫൈസലെ ബർത്ത്ഡേ കേക്ക് വെച്ചിട്ട് സംസാരിക്കാം. സോറി ഫൈസലെ, നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവല്ലേ? പടക്കമൊക്കെ എല്ലാരും പൊട്ടിക്കുന്നല്ലേ? അതിനൊരു നേരവും കാലമൊക്കെ ഇല്ലടാ. ഒരു കാര്യം ചെയ്യ്, യാതൊരു കാരണവശാലും സമ്പത്ത് ഇത് എവിടുന്നാ പൊട്ടിച്ചെന്ന് അറിയരുത്. മോളെ ഐശ്വര്യ പറയല്ലേ, ബ്ലാക്കറ്റ് റൂമിൽ ചെയ്യട്ടാ. അപ്പൊ അവൻ ചോദിച്ചാ അവന്മാര് പൊടിച്ചെന്ന് പറഞ്ഞാൽ മതി. മരിച്ചു കിട്ടുന്ന ആ കുമിളിലൊക്കെ അങ്ങനെ വിശ്വസിച്ചോളൂ. മണ്ടാ മൊത്തം പോകാ പൊടി. എന്താണ് ഇത്ര പെട്ടെന്ന്? ആരാടെ പടക്കം പൊട്ടിച്ചത്? ഞാനാണ്, നീയാണ്, ഉമ്മയാണ്. പടച്ചോനാണ് സത്യം, ഞാനല്ല പൊടിച്ചത്. ഇത് ഇവനാണ് പൊടിച്ചത്, ഞാനല്ല സത്യമായിട്ട്, ഉമ്മാണ് സത്യം. ഫൈസലെ ചതിക്കായിരുന്നല്ലേ? താങ്ക് യു അമ്മ. അമ്മൂന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. താങ്ക് യു. സമ്പത്തെ കേക്ക് അതെ, ഇവിടെ ആരുമില്ലേ? എന്താണ് എവിടേക്കാണ്? അത് ഇവിടുത്തെ കൊച്ചിനൊന്നും കാണാൻ വേണ്ടി. റൂൾസ് ഉണ്ടോ നോക്കണം. ടൂൾസ് ഒക്കെ ഉണ്ട്. കൊച്ചിനോടാ. താങ്ക് യു അമ്മേ. അവന്റെ ഒരു ഗുണ്ടായിസം. നീയാണല്ലോ പടക്കം പൊട്ടിച്ചത്. നിനക്കുള്ള രാവിലെ വരാട്ടാ. സമ്പത്തെ, നിനക്കാണ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തിന്? ഓ ഇയാളാ. അങ്ങോട്ട് വരാലോ അല്ലേ? പടക്കം പൊട്ടിച്ച് ചോദിക്കാൻ വേണ്ടി വരട്ടെ. ശരിയാണ്. നമസ്കാരം. കൊച്ചുകുഞ്ഞ് അപ്പുറത്ത് മരിച്ചതിന്റെ ചാന. ഓ നൈസ്. ആ കൊച്ചിനറിയാലോ. കോട്ടയത്ത് ചന്തയിൽ നിൽക്കുമ്പോഴാ ചാൻ പോയത് അറിഞ്ഞത്. പിന്നെ ഏലമൊന്നും വിൽക്കാതെ നേരെ ഇങ്ങോട്ടും പോന്ന്. ഇവിടെ വന്നപ്പോഴാ ഇവിടെ ഈ പിറന്നാളും ആഘോഷമൊക്കെയാണെന്ന് അറിഞ്ഞത്. ഇതൊന്നും ആരുടെയും കയ്യിലല്ലല്ലോ. ഒരിക്കലല്ല. മോൻ്റെ ആണല്ലേ പിറന്നാള്? അതെ. ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക് യു അങ്കിൾ. ഞങ്ങളീ കുമളിയില അവിടെയൊക്കെ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഇപ്പൊ എല്ലാറ്റിനും എല്ലാം കഴിയുന്നവരെ. പിന്നെ ഈ അയൽവക്കത്തൊന്നും പാട്ടും ഡാൻസും പടക്കം പൊട്ടിക്കൊന്നും ഉണ്ടാകുക. ചേട്ടാ ക്ഷമിക്കണം, എല്ലാം കഴിഞ്ഞു. ഇവന് ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം കാനഡയിൽ നിന്ന് വന്നതാ. പിന്നെ ഈ പടക്കത്തിന്റെ കാര്യം പോലും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളും കൂടെ അറിഞ്ഞ അതാ അല്ലേ? ആ അതെ അതെ. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പൊട്ടിപ്പോയതാങ്കൾ. ഇനി പൊട്ടിക്കത്തേ ഇല്ല. കൊച്ചനാണല്ലേ ചാച്ച വീണപ്പോ ഒന്ന് നോക്കിയ ഡോക്ടർ. നന്ദിയുണ്ട് മോനെ. നിങ്ങളൊക്കെ നല്ല കൂട്ടരാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഒരു വിളി കേൾക്കുമ്പോഴേ അങ്ങോട്ട് ഓടി വരികയായിരുന്നല്ലോ. എന്നാ പറഞ്ഞാലും ഒരാവശ്യം വന്നപ്പോ നീ തന്നെ ഓടിയെത്തിയല്ലോ. അങ്ങനെ വേണം അയലോക്കാരായാല്. നീ പഴയൊന്നും മനസ്സ് വെച്ചേക്കല്ലേ മോനെ. എന്നാ ചെയ്യാനാ, മോനിച്ചൻ അങ്ങനെ ആയിപ്പോയി. പിന്നെ ബർത്ത്ഡേ ഒക്കെ നിങ്ങൾ ആഘോഷിച്ചോ? പക്ഷേ ഈ ഒച്ചയും ബഹളമൊക്കെ ഇച്ചിരി കുറച്ചാ മതി. ഇല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു മനപ്രയാസം. അതാ അങ്കിളെ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടു. വേണ്ട പോലെ അതൊക്കെ അവിടെ താഴെയുണ്ട്. ഇല്ലട്ടാ, ഒരെണ്ണം അടിച്ച ശരിയാവും. ഞാൻ ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെ കഴിച്ച ചെറുതെങ്കിലും ഒന്ന് കഴിക്കട്ടെ. സമ്പത്ത് എൻ്റെ ഫ്രണ്ടാണ്.
ഞാൻ ബോയ്സിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്റെ മാതാവേ, ഇവിടെ എല്ലാവരും വിഐപികളല്ലോ. എന്നാലും എന്നെ അതിശയം, ഞാൻ ഇന്നലെ കൂടെ കണ്ടതേ ഉള്ളൂ. ആണോ? സാറൊക്കെ തന്നാ കുടിച്ചില്ലെങ്കിൽ അത് മോശമല്ലോ. അല്ല പിന്നെ 1 2 കുടിക്കും. പിന്നെ നന്ദ, അയ്യോ നന്ദാന്ന് വിളിക്കാല്ലേ. ആ ദേവി മോളെ ഇന്നവളെ കൊന്നോ? ഇന്നെവിടെയും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇന്ന് നൈസായി കൊന്നു. എന്നെ കഷ്ടം. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അത് കലങ്ങി. എന്നാ കഥയും മ്യൂസിക്കും ആണെന്നറിയോ ഇവരുടെ സീരിയൽ. എന്റെ അച്ഛന്റെ മരിച്ചടങ്ങിന് ഇത്രയും വലിയ ആളുകളൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാ എന്നാ പവറാ. അതെ, നിങ്ങളെല്ലാവരും ഒന്ന് വന്നേച്ച് എന്റെ അച്ഛനും ഒന്ന് കണ്ടേച്ചു പോകും. അവിടെ എല്ലാം നമ്മുടെ ആരാധകരാണേ. അച്ഛനും അത് വലിയ സന്തോഷവും. അതെ, എല്ലാവരും എന്റെ ബർത്ത്ഡേ കൊച്ചുമ്പാ എല്ലാവരും വാ. ഒന്ന് വന്നേ, വലിയ ഉപകാരം. നമ്മുടെ അച്ഛൻ ഞങ്ങളുടെ മലയിലൊക്കെ നിങ്ങളുടെ സൗണ്ട്. ശവം കണ്ടിട്ട് വരാം. നീ കണ്ടിട്ട് വന്നാൽ മതി. എന്റെ പേര്